നമസ്കാരം. നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതെ എങ്ങനെയാണ് ഒരു സിനിമാ പ്രവർത്തകന് ഉറങ്ങാൻ കഴിയുക? സത്യം പറഞ്ഞാൽ ഈ പടം എങ്ങനെ മിസ് ചെയ്തു എന്ന് തന്നെ എനിക്കറിയില്ല. എങ്ങനെയോ ആരോ പറഞ്ഞു കേട്ട ഒരു സജഷൻസിൽ നിന്നും ചുമ്മാ കാഷ്വലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ കണ്ട ഒരു സിനിമയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. 688 എന്ന് പറഞ്ഞ സിനിമ. തീർച്ചയായിട്ടും സിനിമ ആസ്വാദകന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, സിനിമ ആസ്വദിക്കുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി വാർ മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. വേൾഡ് വാർ സെക്കൻഡിലെ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നീഗ്രോസിൽ നിന്നും പെണ്ണുങ്ങളെ സെലക്ട് ചെയ്തിട്ട് ഒരു ബറ്റാലിയൻ ഉണ്ടാവുന്നു. അവരുടെ സ്ട്രഗിൾ, വെള്ളക്കാരവരെ അപമാനിക്കുന്ന രീതി, അതിൻ്റെ ഇടയിൽ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് അതവരെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം. എൻ്റെ അണ്ണ കരഞ്ഞൊരു വഴിയായി. കരഞ്ഞു പറഞ്ഞാൽ ആനന്ദക്കണ്ണീർ വരുന്നു, മോട്ടിവേഷണൽ, ഇമോഷണൽ എന്ന് വേണ്ട എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കണ്ണ് നനയിപ്പിക്കുക. ഞാൻ ഇമോഷണൽ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ സിനിമയായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകനായിട്ട് മാത്രമല്ല, ടെക്നിക്കലിയും കൂടെ ഞാനതിനെ അഭിമുഖീകരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ കണ്ടങ്ങ് ഇരുന്ന് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എൻ്റെ ഒരു ഹാങ് ഓവർ. സമയം പോകാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടു തുടങ്ങിയ ആളാണ് ഞാൻ. പക്ഷേ അവസാനം ഇതിൻ്റെ ഹാങ് ഓവറിൽ സമയം പോയത് അറിഞ്ഞില്ല. എന്താ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾ വരുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പേജിലൂടെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ചാനലിലൂടെ ഇത് നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറക്കണ്ട, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ OTT പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളിങ്ങനെ സമയം കളയാൻ ആഗ്രഹിക്കുമ്പോൾ 688 എന്നുള്ള ഈ സിനിമ കാണുക. കണ്ടവർ കമൻറ്റ് ബോക്സ് വരൂ, കാണാത്തവർ കണ്ടിട്ട് കമൻറ്റ് ബോക്സ് വരൂ. അടിപൊളി പടമാണ് കേട്ടോ. പെർഫോമൻസസിൻ്റെ കാര്യമൊന്നും പറയണ്ട. അതിനകത്തൊരു ക്യാപ്റ്റൻ ആഡംസ് അല്ലെ മേജർ ആഡംസ് എന്ന് പറയുന്ന ലേഡി, അവരുടെയൊക്കെ പെർഫോമൻസ് കാണണം. ഓവർ മൈ ബോഡി സാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എൻ്റെ അപ്പോ എന്തോ പട്ടാളക്കാരനായതുകൊണ്ട് ഉണ്ടായിരിക്കാം എനിക്ക് കൂടുതലത് മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനൊക്കെ സാധിച്ചത്. എന്തായാലും തീർച്ചയായിട്ടും എവറി സോൾജർ ഷുഡ് വാച്ച് ദിസ് മൂവി. യു വിൽ ഗെറ്റ് ദറ്റ് കിക്ക്. ഞാനിങ്ങനെ ട്രെയിനിങ് സെൻറ്ററിൽ വന്നിറങ്ങിയ കാലമൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു പോയി. എയർഫോഴ്സിൽ 1000 ദിവസം ട്രെയിനിങ്ങിനൊക്കെ വന്നിറങ്ങുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് അതിലൂടെ കാണാൻ പറ്റി. അതുമാത്രമല്ല, അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു മെസ്സേജ് കൂടിയുണ്ട്. തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് 688. ഡോണ്ട് മിസ് ഇറ്റ്. നെറ്റ്ഫ്ലിക്സ്. ബൈ. താങ്ക് യു.